സൈബർ സെക്യൂരിറ്റി ഫീൽഡിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നെറ്റ്വർക്കിംഗ് ഫണ്ടമെന്റൽസ് ആണ്. ഒരു നെറ്റ്വർക്കിൽ കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ ഡിവൈസസ് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? പല പല നെറ്റ്വർക്കിംഗ് ടോപ്പോളജീസ് എന്തൊക്കെയാണ്? റൗട്ടേഴ്സ്, സ്വിച്ചസ്, ഹബ്സ് ഇതുപോലുള്ള നെറ്റ്വർക്കിംഗ് ഡിവൈസസ് എന്തൊക്കെയാണ്? ഇതിൻ്റെയൊക്കെ പർപ്പസസ് എന്തൊക്കെയാണ്? അതുപോലെ തന്നെ ഈ ഡിവൈസസ് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾസ് TCP, UDP, അതുപോലെ തന്നെ HTTP പ്രോട്ടോകോൾ, അതുപോലെ HTTPS പ്രോട്ടോകോൾ, ബേസിക് ആയിട്ടുള്ള എൻക്രിപ്ഷൻ, ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം അത്യാവശ്യമായിട്ട് പ്രോട്ടോകോൾ ലെവലിൽ നല്ല രീതിയിൽ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ നല്ല രീതിയിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നോളജ് വേണം. എന്ന് വെച്ചാൽ വിൻഡോസ് അല്ലെങ്കിൽ ലിനക്സ് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പഠിച്ചിരിക്കണം. ഒരു സിസ്റ്റത്തിൽ എങ്ങനെയാണ് സോഫ്റ്റ്വെയർസ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, എങ്ങനെയാണ് പല പല കാര്യങ്ങൾ കോൺഫിഗർ ചെയ്യുന്നത്, എങ്ങനെയാണ് വെബ് സെർവർ വർക്ക് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള അത്യാവശ്യ കാര്യങ്ങൾ എല്ലാം നല്ല രീതിയിൽ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ലിനക്സ് അറിയാമെങ്കിൽ അതൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ സൈബർ സെക്യൂരിറ്റി ഫീൽഡിൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുള്ളത് ലിനക്സ് ആണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കോൺഫിഗർ ചെയ്ത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള നമുക്ക് ആവശ്യമുള്ള ഒരു എൻവയോൺമെന്റ് കോൺഫിഗർ ചെയ്തെടുക്കാൻ വളരെയധികം എളുപ്പമാണ്. അതിന്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ലാംഗ്വേജ്, ഒരു പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് അറിയാമെങ്കിൽ അതും നല്ലൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. കാരണം നമ്മളിപ്പോൾ നെറ്റ്വർക്ക് ആണെങ്കിലും സൈബർ സെക്യൂരിറ്റി ആണെങ്കിലും അതിനകത്ത് സിമ്പിൾ ആയിട്ടുള്ള സ്ക്രിപ്റ്റിംഗ് അല്ലെങ്കിൽ ഓട്ടോമേഷന് വേണ്ടിയിട്ടുള്ള സ്ക്രിപ്റ്റിംഗ് ഒരുപാട് നമ്മൾ ചെയ്യാറുണ്ട്. ബാഷോ, പൈത്തണോ, അതുപോലെ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് പഠിച്ചു വെച്ചിരിക്കുന്നത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത് വളരെ ബ്രോഡ് ആയിട്ടുള്ള ഒരു ടേം ആണ്. അതിനകത്ത് ഒരുപാട് സബ് ഡിവിഷൻസ് ഉണ്ടാവും. പക്ഷെ ബേസിക് ആയിട്ട് നമ്മൾ ചെയ്യുന്ന ആക്ഷൻസ് അനുസരിച്ച് രണ്ട് ക്ലാസിഫിക്കേഷൻസ് ആണുള്ളത്. ഒന്ന് റെഡ് ടീമിംഗ്, രണ്ട് ബ്ലൂ ടീമിംഗ്. റെഡ് ടീമിംഗ് എന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് അറ്റാക്കിംഗ് സിനാരിയോസ് ആണ്. അതായത് നമ്മൾ ഒരു റിസോഴ്സിനെ ടാർഗറ്റ് ചെയ്തിട്ട് അതിന്റെ വൾനറബിലിറ്റീസ് അല്ലെങ്കിൽ വീക്ക്നെസ് കണ്ടുപിടിച്ചിട്ട് ഒരു റിയൽ ലൈഫ് അറ്റാക്ക് സിനാരിയോ ക്രിയേറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് നമ്മൾ ആ റിസോഴ്സിന്റെ വീക്ക്നെസ് കണ്ടുപിടിച്ച് അതിനെ പാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. ബ്ലൂ ടീമിംഗ് എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റ് ആണ്, ഡിഫെൻസീവ് ആയിട്ടുള്ള ആക്ഷൻസ് ആണ്. എന്ന് വെച്ചാൽ ഈ റെഡ് ടീമേഴ്സിന്റെ അല്ലെങ്കിൽ ശരിക്കുമുള്ള അറ്റാക്കേഴ്സിന്റെ ഹാക്കേഴ്സിന്റെ അറ്റാക്കുകൾ നമ്മൾ ഡിറ്റക്ട് ചെയ്ത് അതിനെ ഡിഫെൻഡ് ചെയ്യുന്നു. ഇനി നമ്മൾ ഫോക്കസ് ചെയ്യുന്ന റിസോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് വേറെ പല ടൈപ്പ് ക്ലാസിഫിക്കേഷൻസും ഉണ്ട്. നെറ്റ്വർക്ക് ലെവലാണെങ്കിൽ നമ്മൾ നെറ്റ്വർക്ക് സെക്യൂരിറ്റി എന്ന് പറയുന്നു. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ, അതിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ സെക്യൂരിറ്റി എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻസിനകത്ത് തന്നെ മൊബൈൽ ആപ്ലിക്കേഷൻ സെക്യൂരിറ്റി ഉണ്ട്, അതുപോലെ തന്നെ വെബ് ആപ്ലിക്കേഷൻ സെക്യൂരിറ്റി ഉണ്ട്, ക്ലൗഡ് റിസോഴ്സസിന് വേണ്ടിയിട്ട് ക്ലൗഡ് സെക്യൂരിറ്റി എന്ന് പറയുന്ന കാറ്റഗറി ഉണ്ട്. അതുപോലെ ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. അതിൽ ഏത് വേണമെന്ന് നിങ്ങൾ ആദ്യം ചൂസ് ചെയ്യേണ്ടി വരും. സോ നിങ്ങൾ ഇതിൽ ഏത് ഫീൽഡിലോട്ടാണോ പോകാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഫീൽഡിൽ കുറച്ച് പ്രയോർ നോളജ് ഉള്ളതും അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും പെറ്റ് പ്രോജക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. പിന്നെ സൈബർ സെക്യൂരിറ്റിയുടെ വളരെ കോമൺ ആയിട്ട് നമ്മൾ കാണാറുള്ള അറ്റാക്കുകളെ പറ്റി ബേസിക് ആയിട്ടുള്ള ഒരു നോളജ് ഉള്ളതും വളരെയധികം നല്ലതാണ്. ഇപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം പറയുകയാണെങ്കിൽ ഒവാസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫ്രെയിംവർക്ക് ഉണ്ട്. അതിനകത്ത് ടോപ്പ് 10 വൾനറബിലിറ്റീസ് അല്ലെങ്കിൽ അറ്റാക്ക് പാറ്റേണുകൾ പഠിക്കുകയാണെങ്കിൽ അത് ഇന്റർവ്യൂയുടെ സമയത്ത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ഈ സൈബർ സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സർട്ടിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ റെസ്യൂമയെ കുറച്ചുകൂടെ ഒന്ന് ഫ്രണ്ടിലോട്ട് പുഷ് ചെയ്യും. നെറ്റ്വർക്കിങ്ങിന് വേണ്ടിയിട്ട് അതുപോലെ സൈബർ സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സർട്ടിഫിക്കേഷൻസ് അവൈലബിൾ ആണ്. ഇതുപോലെ ഏതെങ്കിലും ഒരു വാല്യുബിൾ ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ റെസ്യൂമെ കുറച്ചുകൂടെ ഒന്ന് ഫ്രണ്ടിലോട്ട് പുഷ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. കഴിഞ്ഞ 9 വർഷമായിട്ട് ഞാൻ സൈബർ സെക്യൂരിറ്റി ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. സൈബർ സെക്യൂരിറ്റിയുടെ പല പല ഡിവിഷനിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ്, എൻ്റെ അഡ്വൈസസ് ഈ ഒരു ചാനലിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്ത് ചോദിക്കാൻ മടിക്കേണ്ട. ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് മിസ്സാവാതിരിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.